നമ്മളിപ്പോൾ ഇവിടെ പൂജപ്പുര മണ്ഡപത്തിലാണ്. എൻ്റെ അടുത്തിരിക്കുന്നത് വാസു എന്ന് പറയുന്ന അദ്ദേഹം ഒരു വൈദ്യനാണ്. അത് പോരാഞ്ഞിട്ട് ഈ മണ്ഡപത്തിൽ കാലത്തെ 4 മണിക്ക് വരികയും നടത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ആളുകളുമായിട്ട് സംസാരിക്കുക. ഈ പാർക്കിന് വേണ്ടി വളരെയധികം ശബ്ദിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പാർക്കിലുണ്ടാകുന്ന എന്ത് പോരായ്മകളും ആരെയും എന്ത് ശാസിക്കാനും ആരെയും എന്ത് പറയാനും, കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് നശിച്ചു പോകാൻ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യനാണ് വാസു എന്ന് പറയുന്നത്. ഇത് പൂജപ്പുര ഉണ്ണിയുടെ കാലത്ത് ഈ പാർക്ക് നവീകരിക്കുകയും ഭംഗിയായി പോവുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് SBT ഏറ്റെടുത്തു ഈ പാർക്ക് നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പം നാദിനില കളരി പോലെ ആവുകയും ഈ ഇടക്കാലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുകയും വീണ്ടും അത് പുനഃസ്ഥാപിക്കാനും പുതുക്കാനുമുള്ള ശ്രമം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി വ്യക്തമായി ഒരു ചിത്രം വാസു അദ്ദേഹം തരും. ഞാനിവിടെ സ്ഥിരമായിട്ട് വരും. ഞാനിവിടെ കടകംപള്ളിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് 50 വർഷമാവണം. 83 വയസ്സുമായിട്ടുണ്ട്. ഞാനിപ്പം പൊതുകാര്യങ്ങളിലൊക്കെ നിന്ന് പാർട്ടിയുടെ ആൾക്കാരുന്ന് ഇപ്പോൾ അതൊക്കെ വിട്ട് അസുഖം പിടിച്ച് ഹാർട്ട് അറ്റാക്ക് ഈ സൈഡ് കളന്നുപോയി. അതിന് ശേഷമൊക്കെ കുറച്ചൊക്കെ ചുരുക്കിയെങ്കിലും 4 മണിക്ക് വരികയും 5, 6, 7 മണി 8 മണിയോട് വീട്ടിൽ പോവുകയും പിന്നെ കുളിച്ച് റെഡിയായി വന്ന് 10 മണി 12 മണി വരെ ഇരുന്നിട്ടാണ് പിന്നെ ഇതിനൊക്കെ പോണത്. അതുകൊണ്ട് ഇത് വിപുലീകരണമായിട്ട് നന്നായിരുന്നാൽ കൊള്ളാമെന്നുള്ള താല്പര്യം നമുക്കുണ്ട്. പിന്നെ ഇപ്പം നേരാമണ്ണം പോണത് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, മണിയൻ എന്ന് പറയുന്നത്. അവനാണ് ഇത് ഏറ്റവും കോർപ്പറേഷൻ ജോലിയുള്ള നല്ല ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും ഇതിന് എന്ത് പോരായ്മ വന്നാലും വെള്ളം ഇല്ലെങ്കിലും ഡ്രെയിനേജ് ഇറന്നു കിടന്നാലും ഉടനെ ആളിനെ വിളിച്ച് കോരി മാറ്റണമൊക്കെ ഒരു നല്ലൊരു ചിത്രമുണ്ട് ഇവിടെ ഇത് അയാളിൽ നിന്ന്. അത് നമുക്ക് ഒരു കാലം മറക്കാനൊക്കില്ല. ഈ പാർക്കിൽ പുതിയ കക്കൂസും കുളിമുറിയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ. തുടങ്ങിയതിൻ്റെ അടുത്ത ദിവസം തന്നെ അതിനകത്ത് ഡ്രെയിനേജിനകത്ത് കുപ്പികൾ വലിച്ചെറിയുകയും വളരെ പരിതാപകരമായ കാര്യമാണ് ഈ പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പൈസ വെച്ച് കോർപ്പറേഷൻ ആളെ ഇരുത്തി സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ പരീക്ഷാ ഭവൻ മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ട്. അവിടെയൊന്നും പ്രാഥമിക ആവശ്യം ചെയ്യാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. ഇത് കിട്ടിയപ്പോൾ എല്ലാവരും മനസ്സിന് സന്തോഷം ഉണ്ടായി എല്ലാവർക്കും. കാര്യം പ്രായം ചെന്ന ആളിലാണ് കൂടുതൽ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. 65, 70, 80 വയസ്സായാലാണ് ഇവിടെ നടക്കാൻ വരികയും ഇതിൻ്റെ ഭാഗത്ത് വന്നിരിക്കുകയും ചെയ്യുന്നത്. അത് സംരക്ഷിക്കേണ്ടത് കോർപ്പറേഷൻ്റെ ആവശ്യമാണ്. അന്ന് ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാർ പറയുകയുണ്ടായി, അവിടെ എന്തായാലും പൈസ വെച്ച് സംരക്ഷിക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആളുകൾ കാണുമ്പോൾ തോന്നി അത് നശിപ്പിച്ചിരുന്നു. നല്ലൊരു കെട്ടിടമാണ് കെട്ടിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ രീതിയിൽ നശീകരിച്ചു പോകാൻ വളരെ പ്രയാസമുണ്ട്. എല്ലാ ആളുകൾക്കുണ്ട്, ഒരാൾക്ക് മാത്രമല്ല, ഇവിടെ വരുന്ന സകല ആളുകൾക്കും അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു പാർക്കുണ്ട്. അത് മെയിൻ്റനൻസ് ചെയ്യുന്നതിനും വെള്ളം ഒഴിക്കുന്നതിനുമൊക്കെ ആളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ആളില്ല. അത് സംരക്ഷിക്കണം. ശരിക്കും പൂക്കളും മറ്റു കാര്യങ്ങളും നല്ലൊരു ഉദ്യാനം ഉണ്ടാക്കി വച്ചു കഴിഞ്ഞാൽ വയസ്സായ ആളുകൾക്ക് വൈകുന്നേരം നടക്കുമ്പോൾ നല്ല ആരോഗ്യപരമായ വായു ലഭിക്കുകയും, പൂജപ്പുര മണ്ഡപത്തിൽ ഇതുപോലൊരു സ്ഥലം തിരുവനന്തപുരത്ത് വേറെ ഒരു സ്ഥലവുമില്ല. നല്ല രീതിയിൽ ആളുകൾക്ക് സഞ്ചരിക്കുന്നതിനും ശുദ്ധവായു ശ്വസിക്കുന്നതിനും എല്ലാം പര്യാപ്തമായ ഒരു സ്ഥലമാണ്. പക്ഷേ അതിനെ സംരക്ഷിക്കേണ്ടത് കോർപ്പറേഷൻ്റെയും മറ്റ് സരസ്വതി മണ്ഡപത്തിൻ്റെ ട്രസ്റ്റുണ്ട്. അവരെല്ലാം വളരെ നല്ല വിപുലമായ രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നുവെങ്കിലും അത് പോരാ, ഇനിയും ഭംഗിയായി നോക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പ്രായമായി അസുഖക്കാരനായെങ്കിലും ഇവിടെ ശരിക്കും ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അവബോധമുള്ള ഒരാളാണ്. എവിടെയും ആരുടെ കൂടെയും സംസാരിക്കും, ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ. അങ്ങനെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ദിവസവും ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ അദ്ദേഹം ദീർഘനാൾ ജീവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പഴയ കക്കൂസിനെ, ഉപയോഗശൂന്യമായ കക്കൂസിനെ പൊളിച്ചിട്ട് ഒരു ഒതുങ്ങിയ പ്ലേസിൽ വെച്ചിരുന്ന രീതിയിൽ ഈ സ്ഥാപനവും അവിടെ ആ കൊച്ചു കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കും വളരെ ഭംഗിയായിരുന്നു. ഇതിപ്പോൾ ഭാവിയിൽ അതും ഒരു ദോഷകരമായി തന്നെ സംഭവിക്കും. നമുക്ക് വർഷാവർഷം ഇവിടെ ഓണാഘോഷ പരിപാടികളൊക്കെ നടത്തി ഇവിടെ ഈ മൈതാനത്ത് ലക്ഷങ്ങൾ ചിലവാക്കിയാണ് സ്റ്റേജ് കെട്ടുന്നത്. ഈ ഓഡിറ്റോറിയം ഈ മാതിരി കെട്ടുമ്പോൾ അതിന് സൈഡിൽ ഒരു 15 അടിയും കൂടെ എടുത്തിട്ട് അതിന് വീതി കൂട്ടി എടുത്തായിരുന്നെങ്കിൽ അവിടെ ഈ പറയുന്ന ഓണാഘോഷം എല്ലാ പരിപാടികളും ഓഡിറ്റോറിയത്തിലൂടെ നടത്താൻ ചെറിയ പരിപാടികൾ ഇപ്പുറത്തോട്ട് നടത്താമായിരുന്നു. ഓരോ വർഷവും കിട്ടുന്ന ആ ലാഭം കൊണ്ട് നമുക്കിവിടെ
ഇവിടെ ഓരോ ഫ്ലോറും ഏതൊരു 3 ഫ്ലോറെങ്കിലും ആക്കി ഇവിടെ സാംസ്കാരിക കേന്ദ്രം, ശക്തമായ ഒരു സാംസ്കാരിക കേന്ദ്രം ഉണ്ടാക്കാൻ കഴിയും. ഒന്നാമതായി നമ്മുടെ ഈ ഓഡിറ്റോറിയം ജനകീയ സാംസ്കാരിക വേദി ഓഡിറ്റോറിയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പം അദ്ദേഹം പറഞ്ഞു വയോജനങ്ങൾക്ക് ഇത് ഷെൽട്ടർ, അവർക്ക് താമസിക്കുന്നതിനുള്ള വൃദ്ധസദനം കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒരു ആശ്രയം കിട്ടുന്നു എന്നൊരു തോന്നൽ വരുന്നു ഈ പറയുമ്പം തന്നെ. നമുക്കും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള അമ്മ അച്ഛൻ അവർക്കുമൊക്കെ ഒരു ആശ്രയം കിട്ടുന്ന ഒരു ശരണാലയം ആയി മാറട്ടെ എന്ന് എനിക്ക് ആദ്യം പറയാനുണ്ട്. പിന്നുള്ളത് ഓഡിറ്റോറിയത്തിനെ സംബന്ധിച്ചിടത്തോളം പലരുടെ അഭിപ്രായമുണ്ട്, ഇത് ഒറ്റ നില കെട്ടിയതിൽ ശരിയായില്ല, 4 നിലയെങ്കിലും കെട്ടിയിട്ട്. എന്ന് വെച്ചാൽ അപ്പുറത്ത് ഈ എൻ്റർടൈൻമെൻറ്റ് അവിടുന്ന് വാങ്ങിക്കുന്ന കാശ്, ആ കാശ് ഇത് കെട്ടാനുള്ള പൈസ അവിടുന്ന് കിട്ടുന്നുണ്ട്. ആ കാശ് കൊണ്ട് ഒരു 4 നില കെട്ടിക്കഴിഞ്ഞാൽ താഴെ ആളുകൾക്ക് ഇരിക്കാം. ഇത് പല പരിപാടികൾ, സാംസ്കാരിക സമ്മേളനം ദിവസവും പരിപാടികൾ നടത്താൻ സാധിക്കും, കൾച്ചറൽ പ്രോഗ്രാം നടത്താൻ സാധിക്കും. മുകളിൽ കുട്ടികൾക്ക് അവർക്ക് റോളർ സ്കേറ്റിങ്ങോ മറ്റു കാര്യം എൻ്റർടൈൻമെൻറ്റ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പുറത്തെ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വയസ്സായ ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കൗൺസിലറായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം നേരിട്ട് വന്ന് സ്വന്തം വീട് പോലെ നോക്കിയ സമയം എനിക്കറിയാം. അദ്ദേഹം അവിടെ വന്ന് രാവിലെ തന്നെ എത്തും. ആ ഗ്രില്ലിനൊക്കെ പിടിച്ച് വളയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എക്സർസൈസ് ചെയ്യുന്ന ആ ഗ്രില്ലിലാണ് അവിടെയുള്ള. അപ്പോൾ അവിടെ തട്ടി വിലക്കും. അതുപോലെ തന്നെ ബെഞ്ച് പ്രസ്സിങ്, അവിടെ ഇരിക്കുന്ന ആ ടൈൽസിനെ പിടിച്ച് പൊക്കി ചെയ്യുന്ന. അപ്പോൾ അവിടെയൊക്കെ വന്ന് ആളുകളെ തിരുത്തി കൊടുക്കുന്ന അവസരം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വയസ്സായ ആൾ പുറത്താണ് നടക്കുന്നത് 4 സൈഡ്. എപ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് അതിനുള്ള പ്രത്യേക ഒരു സമയം കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാവണമെന്നും. ഇപ്പോൾ ഞാൻ ചോദിച്ച സംശയം ഒന്ന് ആദ്യമായിട്ട് ഈ ഇതിൻ്റെയാണ് ഓഡിറ്റോറിയത്തിൻ്റെ കാര്യമാണ്. അതിനെപ്പറ്റി അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ഓഡിറ്റോറിയത്തിൻ്റെ കാര്യം മുമ്പ് അങ്ങനെയൊക്കറിയാം. പൂജപ്പുര അങ്ങനെ ഒരു ഓഡിറ്റോറിയമോ ഒന്നും അവിടെ ഇല്ല. അവിടെ വെറും ചെടികളൊക്കെ ഇട്ടിരുന്ന ഒരു പാർക്കിൻ്റെ ഭാഗമായിരുന്നു. പൂജപ്പുര ഒരു സാംസ്കാരിക കേന്ദ്രം വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭരതം എന്നൊരു സംഘടന ഉണ്ടാക്കുക. ആ സംഘടന ഉണ്ടാക്കി വേറെ ഒരു ലക്ഷ്യമില്ല, അവിടെ ഒരു പരിപാടി നടത്തുക. ഭരതത്തിൻ്റെ ഇതിൽ എല്ലാ ശനിയാഴ്ച തോറും എല്ലാ മാസവും ലാസ്റ്റ് ശനിയാഴ്ച തോറും ഓരോ പ്രോഗ്രാം നടത്തും. അപ്പോൾ അത് നടത്തിയിട്ട് അതിൻ്റെ സാംസ്കാരിക നിലയം വേണമെന്ന് കോർപ്പറേഷനിൽ ഒരു സ്റ്റേജ് വേണം. ആദ്യം ഒരു സ്റ്റേജ് മാത്രമാണ് നമ്മൾ പാർക്ക് നവീകരണത്തോടൊപ്പം ചെയ്തത്. അപ്പം എന്നും ഈ നഗരത്തിനകത്ത് മറ്റുള്ളിടത്തൊന്നും വലിയ വാടക കൊടുക്കണം. ഇവിടെ ഒരു നാടകമായാലും കച്ചേരി ആയാലും ഗാനമേളായാലും ഡാൻസ് ആയാലും എല്ലാ കലാരംഗത്തുള്ള എല്ലാ പ്രോഗ്രാമുകളും അവിടെ നടത്താം, സെമിനാറുകൾ നടത്താം, പ്രോഗ്രാം നടത്താം. അപ്പോൾ അതൊരു ഓപ്പൺ ഓഡിറ്റോറിയമായിട്ടാണ് നമ്മൾ കണ്ടത്. ആ സ്റ്റേജ് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ റോളർ സ്കേറ്റിംഗ് പിള്ളേരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നിപ്പം ഈ ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ റോളർ സ്കേറ്റിംഗ് നടക്കുന്ന പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് അവിടെ. അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അത് ഓപ്പൺ ഇതിലാണ്. മഴ പെയ്താൽ തന്നെ വെയിലാണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഉത്സവം വന്നപ്പോൾ, ആദ്യത്തെ ഉത്സവം ജനകീയ സമിതി വന്നപ്പോൾ അപ്പോഴാണ് ഒരു പുര കിട്ടുന്നത്. അപ്പോൾ നമ്മളെ പ്രഗത്ഭനായ തിരുവനന്തപുരത്തുള്ള അറിയപ്പെടുന്ന കോൺട്രാക്ട് തിലകൻ കോൺട്രാക്ട് കോർപ്പറേഷൻ്റെ നമ്മുടെ ആ ഒരു ബന്ധം കൊണ്ട് പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ രീതിയിലൊരു ഷെഡ് കിട്ടി. ഷെഡ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു പുര. അപ്പോൾ അന്ന് അത് വലിയ ചിലവാണ്. 10 ദിവസത്തേക്ക് വലിയൊരു ഇത് കിട്ടണ്ടേ, വലിയൊരു പുരയില്ലേ, പണ്ടത്തെ കല്യാണം നടന്ന പോലെ കിട്ടണം. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ അന്ന് കിടന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് പൈസ കൊടുക്കണ്ട, കോർപ്പറേഷൻ വിട്ട് ചെയ്യിപ്പിക്കാം. കോർപ്പറേഷൻ സ്ഥലമാണല്ലോ, അവിടെ അമ്പലത്തിന് ചെയ്യാൻ പറ്റില്ല. അമ്പലത്തിന് ഒരിക്കലും അവിടെ ചെയ്യാൻ പറ്റില്ല. 4 നിലയോ 5 നിലയോ ഒന്നും കെട്ടാൻ പറ്റില്ല. ഒരു നിലയും കെട്ടാൻ പോകില്ല, ഒന്നും തൊടാൻ പറ്റില്ല. കാരണം കോർപ്പറേഷൻ സ്ഥലമല്ല. ഇത് തന്നെ നമ്മളതൊന്നും എടുത്തു വെച്ച് കോർപ്പറേഷൻ്റെയൊക്കെ എല്ലാവരും കൂടെ അവതാര്യം കൊണ്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. പിന്നെ അവതാര്യം എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇത് മുഴുവൻ ഈ പൂജെടുപ്പും ആ പ്രദേശം മുഴുവൻ കൊട്ടാരം സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നഗരസമിതി വിചാരിച്ചാൽ അവിടെ മുഴുവൻ മാറ്റിയെടുത്ത് ഇതൊക്കെ ചെയ്യാൻ ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതൊക്കെ ആവണമെങ്കിൽ അതുകൊണ്ടാണ് ജനകീയ സമിതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ ജനകീയ സമിതി കുറേ കാലം കഴിയുമ്പോൾ ഈ സ്ഥലപരിമിതിയൊക്കെ അവർ മനസ്സിലാക്കുകയും അന്നത്തെ ഭരണകൂടങ്ങൾ ഇതിനെ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ കുറേ കൂടെ വിശാലമായി അവിടെ 2-3 നില കെട്ടേണ്ടി വരും, കെട്ടണം എന്നൊരു തീരുമാനം അവർ ഇന്നെടുക്കണം.
അന്ന് ഇത് തന്നെ വലിയ പാടുപെട്ട് ചെയ്തതാണ്. കാരണം പല തർക്കങ്ങളും അവിടെ ഇരിക്കുന്ന പുറത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇവിടെ എന്തിനാണ് ഇത്രയും കോൺക്രീറ്റ് സൗധങ്ങൾ കെട്ടുന്നു, നല്ല വിശാലമായ സ്ഥലങ്ങൾക്ക് കോൺക്രീറ്റ് കൊണ്ട് ബിൽഡിംഗ് കെട്ടുന്നു എന്നൊക്കെ നിരവധി തർക്കങ്ങൾ എൻ്റെ ഇടയിലുണ്ട്. അതൊന്നും ഈ ചില അഭിപ്രായം പറയുന്നവർക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. അവിടെ വന്നിരിക്കുന്ന ആളുകൾ കോൺക്രീറ്റ് കൊണ്ട് ഇവിടെയൊക്കെ വൃത്തികേടാക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞ റോളർ സ്കേറ്റിങ്ങും അതോടൊപ്പം തന്നെ ഉത്സവത്തിന് 10 ദിവസവും നമുക്ക് നനയാതെ ഈ എല്ലാ ഉത്സവ പരിപാടികളും നടത്തുന്നതിന് കോർപ്പറേഷനെ കൊണ്ട് തന്നെ ഈ ഓഡിറ്റോറിയം കിട്ടിയതാണ്. അതിന് സാംസ്കാരിക കേന്ദ്രം എന്നാക്കി. ഇന്നിപ്പം എല്ലാ വർഷവും 10 ദിവസം ഉത്സവത്തിന് പുറമെ ഈ കോർപ്പറേഷൻ തന്നെ ബുക്ക് ചെയ്തിട്ട് ഈ നഗരത്തിനകത്തും നഗരത്തിൻ്റെ പുറത്തുള്ള എല്ലാ ആഘോഷ പരിപാടികളും, വാർഷികാഘോഷ പരിപാടികൾ, റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ പ്രോഗ്രാമും അവിടെ നടക്കുകയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരിക കേന്ദ്രമായി അറിയുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് അവിടെ നമുക്ക് ബഹുനില ബിൽഡിംഗ് കെട്ടിടങ്ങൾ കെട്ടാൻ ബുദ്ധിമുട്ടാണ്. അതൊന്ന്. രണ്ടാമത് ഈ ക്ഷേത്രത്തിനേക്കാൾ വലിയ വലിയ പൊക്കത്തിൽ കെട്ടേണ്ടെന്ന് ചില ഭാഗങ്ങളുടെ അഭിപ്രായമുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ഓഫീസ് പോലും ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ള ഓഫീസിൻ്റെ പുറത്ത് കെട്ടാൻ അഭിപ്രായം വന്നപ്പോൾ അത് മാറ്റി ക്ഷേത്രത്തിൻ്റെ പിറക് സൈഡിൽ ഓഫീസാക്കി മാറ്റി. അപ്പം ഗോപുരമൊന്നും മറയില്ല. പിന്നെ ഭാവിയിൽ ഈ പാർക്ക് മുഴുവൻ ഇപ്പം കുട്ടികൾക്കൊരു തടസ്സം വരും. ഈ പാർക്ക് മുഴുവൻ നമുക്കിതിലേക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും ഭാവിയിൽ, അവർ സംശയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്ത് ഈ പാർക്കിന് വേണ്ടി അടച്ചിട്ടിരുന്ന റൗണ്ട് പാർക്ക്, ഐലൻഡ് പാർക്ക്, അത് ഓപ്പൺ ചെയ്ത ആൾക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടി ബെഞ്ചും കസേരയൊക്കെ അടിച്ചിട്ട് കൊടുത്തത് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ ഇരിക്കാം, കുട്ടികൾക്ക് കളിക്കാം, 1-2 ഊഞ്ഞാലോ കെട്ടുകൊടുത്ത കുട്ടികൾക്ക് അവിടെ പോയി കളിക്കാം. ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് വേണ്ടി സാംസ്കാരിക പരിപാടികൾക്കും ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് നഗരസഭയ്ക്ക് തന്നെ അത് കെട്ടിയിട്ട് കൊടുക്കാൻ പറ്റും. അത് നിശ്ചിത വാടക വാങ്ങിക്കാൻ പറ്റും. ഇത് നഗരസഭ ആലോചിക്കേണ്ട കാര്യമാണ്. ഉത്സവത്തിനനുബന്ധിച്ച് അമ്യൂസ്മെൻറ്റ് പാർക്കും നടത്തുന്നത് സംബന്ധിച്ചൊരു സംശയം ആൾക്കാരുടെ ഇടയിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അമ്പലം വരാനുള്ളൊരു കാരണം. അതുമായി ബന്ധപ്പെട്ട് മുമ്പ് നടത്തി, അതാണ് ഞാൻ പരാമർശിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് നടത്തുമ്പോൾ ഉള്ള കണക്കോ കാര്യങ്ങളോ ഒന്നും, അത് നഗരസഭ ആണ്. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജഭരണം പോയതിന് ശേഷം പൊതുമുതലുകൾ, പൊതുവായിട്ട് കിടക്കുന്ന കുളങ്ങളായാലും സ്ഥലങ്ങളായാലും അത് സർക്കാരും അല്ലെങ്കിൽ അതാത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകയാണ്. അവരാണ് ഇത് പരിഗണിക്കേണ്ടത്. അവരുടെ കസ്റ്റഡി അവരുടെ ആണ്. ആ സ്ഥലം മുഴുവൻ അവരുടേതാണ്. വേറെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ മൈതാനത്തിനകത്ത് നമ്മൾ ആദ്യകാലങ്ങളിൽ ഈ കമ്മിറ്റിയൊക്കെ ജനകീയ സമിതി വരുന്നതിന് മുമ്പ് അവിടെ നടത്തിക്കൊണ്ടിരുന്നതിനെക്കുറിച്ച് വ്യക്തമായ കണക്കോ, എവിടെ വരുമാനം കിട്ടി, എവിടെയാണ്, എന്താണെന്ന് ആർക്കും അറിയില്ല. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം, ജനകീയ സമിതി വന്നതിന് ശേഷം, ഉത്സവം കഴിഞ്ഞാൽ ആദ്യം അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ അവിടെ ഒട്ടിക്കും, അവിടെ പരസ്യപ്പെടുത്തും. മുമ്പൊന്നും അതില്ല. എത്ര ലക്ഷം രൂപ വന്നു, എത്ര ലക്ഷം രൂപ ചിലവായി. പണ്ടൊക്കെ അവസാനം 700 രൂപയ്ക്കാണ് വരുമാനം കാണിച്ചത് കേസായതിനു ശേഷം. അപ്പോൾ അന്നുള്ള വരുമാനമൊക്കെ ആർക്കും അറിഞ്ഞൂടാ. ഇപ്പം അതിൻ്റെ വരുമാനമൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. നഗരസഭയിൽ നമ്മൾ വരുന്നതിന് മുമ്പ് നഗരസഭയ്ക്ക് ഒരു കാശും അടയ്ക്കാറില്ല. അടച്ചതിൻ്റെ യാതൊരു തെളിവുമില്ല. ഈ ജനകീയ സമിതി വന്നതിന് ശേഷം ആദ്യം 5 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, ഇപ്പോൾ 15 ലക്ഷം രൂപയാണ് നഗരസഭയ്ക്ക് ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് നടത്തുമ്പോൾ കിട്ടുന്നത്. അത് ബാക്കി തുക ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിനകത്ത് ഇതൊക്കെ പറഞ്ഞാലും ശരി, വരുമാനം പരിമിതി ഉണ്ട്. വരുമാനം കൊണ്ട് അവിടുത്തെ ശമ്പളവും ഈ പൂജാതി കാര്യങ്ങളും നടത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇപ്പോഴാണ് അവിടുത്തെ ഭക്തജനങ്ങളുടെ വരുമാനം കൊണ്ട് പൂജാ കാര്യങ്ങൾ വളരെ തൃപ്തികരമായി നടത്താൻ കഴിയും. പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ശമ്പളം, പിന്നെ മാസകലശത്തിനൊക്കെ വലിയ ചിലവാണ്.
പിന്നെ ഉത്സവാഘോഷത്തിന് വലിയ ചിലവാണ്. പൂജയ്ക്കൊക്കെ തന്നെ വലിയ പ്രാധാന്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പൂജാതി കാര്യങ്ങൾക്കാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ തുക ഇവിടുന്ന് കിട്ടുന്ന ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് നടത്തുമ്പോഴും ഒക്കെ കിട്ടുന്ന തുക കൊണ്ടാണ് ഇപ്പോൾ ഉത്സവാഘോഷത്തിന് സ്റ്റേജ്, ആർച്ചുകൾ ഇങ്ങനെയുള്ളത് മുഴുവൻ കിട്ടുന്നതിന് 4-5 ലക്ഷം രൂപ ചിലവാണ്. ലൈറ്റും അതുമായി 8 ലക്ഷം രൂപയുടെ ചിലവ് വരും. പകുതി കൂടുതൽ 90% സ്പോൺസേഡ് പ്രോഗ്രാം പോലെയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടത്തിപ്പിന് ഒരുപാട് ചിലവുകളുണ്ട്. എല്ലാ ചിലവും എല്ലാവരും ആലോചിച്ച് വളരെ ഒരു കാര്യം അവിടെ രഹസ്യമായിട്ട് ചെയ്യാറില്ല. ഇവിടെ പൂജപ്പുരി ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷം പോകണമെങ്കിലും അവിടെ പോയി പ്രസിഡന്റ് സെക്രട്ടറിയെ കണ്ടാൽ കഴിഞ്ഞ കാലങ്ങളിലെ വരവും ചെലവും വൗച്ചറടക്കം അവിടെയുണ്ട്. ഇൻകം ടാക്സിൽ ആർക്കും ഇൻകം ടാക്സിൽ അങ്ങനെയുള്ളൊരു ഔദാര്യമൊന്നും കിട്ടത്തില്ല. ഇൻകം ടാക്സിൽ നമ്മളെ കണക്ക് കൊണ്ട് കാണിച്ചപ്പോൾ ഏകദേശം 4 മണിക്കൂറാണ് ഇൻകം ടാക്സ് എന്നെ കൊച്ചിയിൽ ചോദ്യം ചെയ്തത്. 4 മണിക്കൂർ എല്ലായിടത്ത് കണക്കുകൾ എടുത്തിട്ട് കൊടുത്തു. കഴിഞ്ഞ 10 വർഷം, ഇപ്പോഴാണ് ഇൻകം ടാക്സിൻ്റെ ഇത് കിട്ടിയത്, കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് വളരെ കൃത്യമായി കൊടുക്കുകയും ഓരോ വർഷം കഴിയുന്നതോറുമുള്ള വരുമാനം എത്ര പെർസെൻറ്റേജ് ചാരിറ്റി പ്രവർത്തനത്തിന് ചെലവഴിച്ചു, കല്യാണത്തിന് ചെലവഴിച്ചു, വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ചു, മറ്റ് കലാപരമായ പരിപാടികൾക്ക് ചെലവഴിച്ചു, അതിന് പ്രോത്സാഹനത്തിന് വേണ്ടി ചെലവഴിച്ചു, ഇതെല്ലാം വളരെ കൃത്യമായി കൊടുത്തപ്പോൾ ഒരാഴ്ചയ്ക്ക് ഇൻകം ടാക്സിൻ്റെ എല്ലാ അനുവാദവും കിട്ടി. അത് വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകളാണ് ഇൻ്റർവ്യൂ നടത്തിയതെല്ലാം. അപ്പോൾ അവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടു. അപ്പം അതുകൊണ്ട് അതിനൊന്നും ഒരു സംശയവും വേണ്ട. ഏത് ഭരണസമിതി വന്നാലും അതിൻ്റെയൊക്കെ വരുമാനം കൃത്യമായി നഗരസഭയ്ക്ക് അതിൻ്റെ കണക്കുള്ളതാണ്. നഗരസഭയ്ക്ക് അതിൻ്റെ പെർസെൻറ്റേജ് അവിടെ വന്ന് അവർ അളന്ന് തിരിച്ചാണ് കൊടുക്കുന്നത്. ഇതിനെല്ലാം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഭാര്യ ചിലവാണ്. ഇപ്പോൾ PS സിസ്റ്റം, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിനൊക്കെ ഒരുപാട് രൂപ ചിലവാണ്. എത്ര സെറ്റ് മൈക്ക് വയ്ക്കണം, ഒരേ ടൈമിൽ 2 സിസ്റ്റം പ്രവർത്തിക്കണം, മൈതാനത്തും ഓഡിറ്റോറിയത്തിലും. പിന്നെ ഉത്സവം അന്നാണെങ്കിൽ ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ അവിടെ പ്രത്യേകം 3-4 ഇതിൻ്റെ എല്ലാ സിസ്റ്റം പ്രവർത്തിക്കണം. അപ്പോൾ അതൊക്കെ വലിയ 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 ചിലവുള്ള കാര്യങ്ങളാണ്. അതൊന്നും ഈ ക്ഷേത്രത്തിൻ്റെ വരുമാനം കൊണ്ട് ഉത്സവാഘോഷം നടത്താൻ പറ്റില്ല. അങ്ങനെ നടത്തണമെങ്കിൽ നമ്മളെ കമ്മിറ്റിക്കാരെല്ലാം ഒരു ഗ്രൂപ്പായി 10-15 ഗ്രൂപ്പാക്കി ഈ നാട് മുഴുവൻ വിരിക്കണം. ആളുകൾ അത്രയും ബുദ്ധിമുട്ടിക്കണം. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ടാണ്, അങ്ങനെയുള്ള പിരിവില്ല. പിന്നെ സ്പോൺസർ പൂജയ്ക്ക് ഓരോരുത്തർ അങ്ങനെ ചെയ്യുന്ന സഹായങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. പക്ഷെ അതെല്ലാം അതുള്ളതുകൊണ്ടാണ് ഈ ഒരു കൊല്ലം 365 ദിവസത്തെ പൂജയും അതിനോടനുബന്ധിച്ചുള്ള തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള എല്ലാ പൂജാ ക്രമീകരണങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ വലിയ ചിലവാണ്. ചന്ദനം ആദ്യകാലങ്ങളിൽ കൊടുത്തത് ചന്ദനം മരപ്പൊടിയാണ്. ചന്ദനം വാങ്ങിക്കുമ്പോൾ 100 രൂപയ്ക്ക് കിട്ടും 1 കിലോ. ഇപ്പോൾ 1 കിലോ ചന്ദനം 7000 രൂപ 8000 രൂപയാണ് ചന്ദനം. അത് മാറ്റിയതാണ്. അത് പോയപ്പോഴത്തേക്ക് ചന്ദനം എടുത്തപ്പോൾ അത് കൊത്തും വെള്ളമായിട്ട് കിടക്കുകയാണ്. ഭക്തജനങ്ങളും പരാതി പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ശരിയാണ്, ചന്ദനത്തിനൊരു വാസനയില്ല. ചന്ദനം അരയ്ക്കുന്നിടത്ത് ഞാനും നമ്മളെ സെക്രട്ടറിയും പ്രസിഡൻറ്റും, ഞാനും നമ്മളെ ബാലേന്ദ്രൻ നായരും എല്ലാവരും കൂടെ പോയി അവിടെ പോയി ചന്ദനം അരയ്ക്കുന്ന സ്ഥലത്ത് പോയി കണ്ട് നല്ല ചന്ദനം വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ കൊടുക്കുന്നത്. നമുക്ക് 50-100 രൂപയുടെ ചന്ദനം വാങ്ങിച്ചാലും 1 മാസം തരും. ഇപ്പോൾ 7000 രൂപയുടെ ചന്ദനം കൊടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ മാറ്റം ആലോചിച്ച് പോകണം. അപ്പോൾ അത്രയും നമ്മൾ ചെയ്യുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ആൾക്കാരുടെ സംശയത്തിനൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഏതൊരാൾക്കാർക്കും, അതിവിടെ ഉള്ളവരല്ല പുറത്തുള്ളവരായാലും അകത്ത് പോയാൽ ഏത് നിമിഷം അവിടുത്തെ കണക്കുകളെല്ലാം പരിശോധിക്കാൻ പറ്റും. അതൊക്കെ നഗരസഭയ്ക്കും സർക്കാരിനും ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ ആര് MLA-മാരായാലും മന്ത്രിമാരായാലും കൗൺസിലറായാലും അവർക്കൊക്കെ മേയറായാലും അവർക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഉത്സവാഘോഷ കമ്മിറ്റിയിൽ അവരുടെയും കൂടെ മുഖ്യ രക്ഷാധികാരി മേയറും ഇവിടുത്തെ ജനപ്രതിയായ MLA MP ഒക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ പാർട്ടിയിലോ ഒരു കുടുംബത്തിലുള്ളവരല്ല. ഇത് ചോദിക്കുന്നവരാദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരു വിഷയമുള്ളത്, ഇത് ഭയങ്കരമായ ഒരു വളർച്ച വരുമ്പോൾ ഈ പുറത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര കമ്മിറ്റിക്കകത്ത് കയറണം, കമ്മിറ്റി എന്തുവാണെന്നുള്ളത്. ഇപ്പോൾ വാസ്തവത്തിൽ അതിനകത്ത് ഒരു സാധാരണ കമ്മിറ്റി ഗുരുവായൂർ ദേവസ്വത്തിലോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വത്തിലോ പോകുന്നതിനേക്കാൾ വളരെ മതിപ്പാണ് ഈ കമ്മിറ്റി കയറാൻ ആൾക്കാരെ കൊണ്ട് താല്പര്യം. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ലിമിറ്റ് കഴിഞ്ഞ് ആളുകൾ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്.
അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായ ഒരു കാര്യം നടക്കില്ല. ഒരുപാട് അർഹതയുള്ള ആളുകൾ പുറത്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കതിൻ്റേതായ ശത്രുതയും വിരോധവും ഒക്കെ ഞാൻ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കമ്മിറ്റിക്കാരെ കുറിച്ച് 100% നമുക്ക് അവർ മറ്റുള്ള ഒന്നുമല്ല, ചിലപ്പോൾ അവരുടേതായ കഴിവിൻ്റെ പരമാവധിക്കല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതേപോലെ കഴിവുള്ളവർ എന്നെക്കാളും എത്രയോ കഴിവും മികവുള്ള ആളുകൾ പുറത്തുണ്ട്. പക്ഷേ അവർക്കൊന്നും അതിനോട് പ്രാധാന്യം കിട്ടുന്നില്ല. അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും MLA യോ കൗൺസിലറോ മന്ത്രിയോ ആവാൻ പറ്റുമോ? എല്ലാവർക്കും തന്ത്രി ആവാൻ പറ്റുമോ? എല്ലാവർക്കും IAS എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകണം. അതൊക്കെ ഉൾക്കൊള്ളണം. വിശാലമായ മനസ്സോടുകൂടി ഇതെല്ലാം ഉൾക്കൊണ്ടാൽ ഒരു വിഷയവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള അനുഭവം, എനിക്കിപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലും അധികാര സ്ഥാനങ്ങളിലുള്ള വലിയ ഒരു ദുഃഖവും എനിക്കില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യും. വളരെ സംതൃപ്തിയോടുകൂടി ഇരിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഒരു മഹാഭാഗ്യമാണ് കിട്ടിയത്. ഒരു ക്ഷേത്രത്തിൽ ഇവരോടൊപ്പം സഹകരിക്കാനും, എത്രയോ ക്ഷേത്രത്തിൽ എൻ്റെ കുടുംബക്ഷേത്രം ഉൾപ്പെടെ അതിൻ്റെ ഷഡാധാര പ്രതിഷ്ഠ നടത്തുമ്പോൾ അതൊക്കെ ചെയ്യാനും ഇത് ചില ആൾക്കാർ പറയാറുണ്ട്, നമുക്കതൊക്കെ ഒരു ഭാഗ്യമാണ് ഈ കൊടിമരം സ്ഥാപിക്കുന്നത് കാണുമ്പോൾ, പ്രതിഷ്ഠ നടത്തുന്നിടത്തുള്ള സാന്നിധ്യം. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളാണ്. അത് ഈ നാട്ടുകാരോടൊപ്പം എനിക്കും ആ ഭാഗ്യം കിട്ടിയെന്നുള്ളതുകൊണ്ട് നാട്ടുകാർക്ക് കിട്ടിയതോടൊപ്പം നാട്ടുകാർക്കും എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ആ വിമർശനത്തിനൊന്നും യാതൊരു കാര്യമില്ല. നമ്മുടെ ഇത്രയും സമയം, അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ഉപയോഗിക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ പലരും പറയാറുണ്ട്. ആ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായി മറുപടി പറയുകയും ഒരു തുറന്ന പുസ്തകം പോലെ അദ്ദേഹം നമ്മുടെ മുമ്പ് അവതരിപ്പിക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി. വളരെ പ്രായം ചെന്നെല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരാണ്. ഇദ്ദേഹം BSNL നിന്ന് പെൻഷൻ പറ്റിയ ആളാണ്. ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെൻഷൻ പറ്റിയ ആളാണ്. ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകന്മാരാണ് ഇവരെല്ലാം. എല്ലാ കാര്യങ്ങളിലും സജീവമായ രംഗത്തുള്ള ആൾക്കാരാണ്. അവരുടെ മാനസികമായ സന്തോഷം അവർക്കുണ്ടാകുന്നുണ്ടോ? അവർക്ക് സാധാരണ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യും. വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ സാഹചര്യം അനുസരിച്ച് നല്ല അന്തരീക്ഷമോ ഒന്നും തന്നെ ഇല്ല. പാർക്കിനെ ഒരുമാതിരി വളരെ മോശപ്പെട്ട രീതിയിൽ അപ്പുറത്ത് HLL ആണ് പാർക്ക് നോക്കിക്കൊണ്ടിരുന്നത്. അവർ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞുകൊണ്ട് അവിടെ വെള്ളമൊഴിക്കുന്നതിന് ആളില്ല, പരിപാലിക്കാൻ ആളില്ല. ആ അവസ്ഥയാണ്. പേര് ചന്ദ്രൻ നായർ, BSNL റിട്ടയർഡായി. അവിടെ ഇരിക്കാനുള്ള സൗകര്യമില്ല, ബെഞ്ചില്ല. പിന്നെ ആ പാർക്കിൽ ഞങ്ങൾ ഇവരുടെ വിശ്രമിക്കാനിരിക്കുമ്പോൾ മഴ വരെയാണെങ്കിൽ ഇത് മുഴുക്ക നനഞ്ഞുകൊണ്ടേ ഞങ്ങൾക്ക് പോകാനൊക്കെ ഉള്ളൂ. ഞാനിപ്പോൾ ഇരിക്കുന്നത് പൂജപ്പുര സരസ്വതി മണ്ഡലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ്. ഈ ഓഡിറ്റോറിയം മഹേശ്വരൻ നായരുടെ കാലത്താണ് പണിയത്. ഈ ഓഡിറ്റോറിയത്തിനെ ഒരു നല്ല രീതിയിൽ ഒരു 3 നില ബിൽഡിംഗ് ആക്കി മാറ്റണമെന്ന് അന്നേ മഹേശ്വരൻ നായരോട് ഞങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് അത് ഉപയോഗശൂന്യമായ രീതിയിൽ സ്കേറ്റിംഗ് കാർ ഉപയോഗിച്ച് നാശപ്പെടുത്തുന്നത് തന്നെ. അവർക്ക് ആരോഗ്യത്തിന് വേറെ എവിടെയും പോകണം. ഈ തൊട്ടടുത്ത് കുറേ കസേരകൾ കൗൺസിലർ ഉണ്ണിയിരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കസേര പിന്നെ മഹേശ്വരൻ നായരുടെ കാലത്ത് വീണ്ടും കുറച്ച് എണ്ണം കൂട്ടി ഒക്കെ ചെയ്തു. പക്ഷേ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി നിൽക്കാനോ ഒന്നും നോക്കില്ല. വാർദ്ധക്യം ചെന്നവർക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലും ചെയ്യുന്നതാണ് സർക്കാരും നിങ്ങളും എല്ലാം പറഞ്ഞു നടക്കുന്നത്. പക്ഷേ യാതൊരു കാര്യവും നടക്കുന്നില്ല. മറ്റേ റൗണ്ട് ഐലൻഡ്, ആ റൗണ്ട് പാർക്കാണെങ്കിൽ ഇപ്പോൾ അവിടെ നേരത്തെ സാറ് പറഞ്ഞ പോലെ പരിപാലിക്കാനായിട്ട് അവിടെ ആരുമില്ല. അവിടെ പിന്നെ കുറച്ച് കസേരകൾ ഇതൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ കൊച്ചു കുട്ടികൾ ഭക്ഷണം കഴിക്കാനും അതിന് കുറേ കോളേജ് ഫ്രണ്ട്സ് അവിടെ വരും. അവരെ നിയന്ത്രിക്കാനോ ഇവിടെ പാടില്ല എന്ന് പറയാനോ, ആ പുൽത്തകിടിയിൽ കയറി ചവിട്ടലെന്ന് പറയാനോ ആരും തന്നെ ഇല്ല. ഒരു വാച്ച്മാനും അവിടെ ഇല്ല. അതും ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുക. വളരെ ഭംഗിയായ രീതിയിൽ കിടന്ന ആ പിന്നെ പൂങ്കാവനങ്ങളെല്ലാം ഇന്ന് ഉപയോഗശൂന്യമാണ്. ഇത് പൂജപ്പുര ആകെ നശിച്ച് പിന്നെ ഉപയോഗശൂന്യമായ ആരോഗ്യത്തിന് അനാരോഗ്യപരമായ രോഗം ഉണ്ടാക്കത്തക്കവണ്ണമാണ് ഈ പൂജപ്പുരയെല്ലാം ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് എസ് കുമാർ. ഞാൻ മിക്കവാറും ദിവസം വൈകുന്നേരം ഇവിടെ വന്ന് ഇരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര കൊതുവും പുല്ലും എല്ലാം വളർന്ന് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ മഴ പെയ്താൽ ഏകദേശം ഇവിടുന്ന് റോഡിനപ്പുറം പോയാൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നിൽക്കാൻ ഒരു സ്ഥലവുമില്ല. പിന്നെ ലൈറ്റുകളാണെങ്കിൽ ഒന്നും കത്തുന്നില്ല. ഒന്ന് വൃത്തിയായി സൂക്ഷിക്കണം, അതാണ് അതിൻ്റെ മെയിൻ കാര്യം. ബാങ്കുകാരൊക്കെ ഏറ്റെടുത്താണ് ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ SBIയും അവർ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം പുല്ലൊക്കെ ക്രോപ്പ് ചെയ്യുന്നതിനും വൃത്തിയാക്കുന്നതിനും ഒന്നും ആരും വരുന്നില്ല. അങ്ങനെ ഇതിനകത്തോട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ്.
ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ പാർക്ക് ഉപയോഗശൂന്യമായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു സാംസ്കാരിക പ്രവർത്തനവും നടക്കുന്നില്ല. വൈകുന്നേരങ്ങളിൽ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാത്ത പല ദിവസങ്ങളും ഉണ്ട്. ഇവരിവിടെ വന്നിരുന്ന് തമ്മിൽ സംസാരിക്കുന്നു. പ്രശ്നങ്ങൾ വേറൊന്നുമല്ല, നല്ല സാത്വികമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, മെഡിസിനെ പറ്റി സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആരോഗ്യപരമായ കാര്യം എന്തൊക്കെയാണ് ഉള്ളത്, ഹാർട്ടിന് ഫെയിലർ ഉണ്ടായി എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നടന്നിട്ട് ഇവിടെ നടന്ന് എക്സർസൈസ് എല്ലാം കഴിഞ്ഞിട്ടാണ് വീടുകളിൽ പോകുന്നത്. നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതല്ല, വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് ഇവരിപ്പോൾ വരുന്നത്, പാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിലൊക്കെ സാമൂഹ്യവൃത്തികളുടെ അഴിഞ്ഞാട്ടം ഇവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ രാത്രിയിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ ആരും അറിഞ്ഞില്ല. ഇവിടെ കളിക്കാനും വയ്ക്കാനൊക്കെ ആയിട്ട് ആരും അറിഞ്ഞില്ല. ഒരു ചിലപ്പോൾ ഊർണ്ണയുടെ ശല്യമുണ്ട്, ഈ പുല്ല് പിടിച്ച് കിടക്കണമുണ്ട്. പിന്നെ ഈ ഇരിക്കുന്നതിന് നമുക്ക് പെട്ടെന്ന് ഒരു മഴയോ വല്ലതും വരികയാണെങ്കിൽ നിൽക്കാനുള്ള സ്ഥലമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടണം. അതിനൊന്നുകൊണ്ട് കുളകളെല്ലാം വയ്ക്കാൻ പറ്റുമെങ്കിൽ വയ്ക്കണം, താൽക്കാലമായിട്ട് നിൽക്കാനായിട്ട്. വീട്ടിലിരുന്ന് ഒരു അടഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും ഇവിടെ വന്നിപ്പോൾ 4 പേരെ കണ്ട് സംസാരിച്ച് അവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ഇത് ഉള്ളതാണ്. നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ താല്പര്യം. നമുക്ക് ഇപ്പം പറയുമ്പം തിരുവനന്തപുരം സിറ്റിയിൽ ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലം വേറെ ഇവിടെ ഈ പൂജപ്പുര മാത്രമേ ഉള്ളൂ. വളരെ ദയനീയ അവസ്ഥയാണ്. ഇത്രയൊക്കെ വിശാലമായ സൗകര്യമുള്ള സ്ഥലത്ത് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വേറെ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യാനുണ്ട്. ഇവിടെ സീനിയർ സിറ്റിസന് ചില സമയങ്ങളിൽ ഇവിടെ കയറിയിരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഇത് പണ്ട് ഇവിടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് അതൊരു ഈ പാർക്കെങ്കിലും ഒരു സീനിയർ സിറ്റിസൺ പാർക്കും ആയിട്ട് പ്രഖ്യാപിക്കണം. അതിനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നൊക്കെ ഉണ്ടാകണം. ഇതിപ്പം അടുത്ത വിമൻസ് കോളേജ് വന്നത് കാരണം കുറേ പെൺകുട്ടികളും ദൂരെയൊക്കെ ഉള്ളവർ കുറേ ആൺകുട്ടികളും അവരുടെ ചേഷ്ടകളും ഒക്കെയാണ് ഇവിടെ പല സമയങ്ങളും നടക്കുന്നത്. ഇവിടെ ഗാർഡൻ ഉണ്ടാക്കിയിട്ടാൽ അതിൻ്റെ പുറത്താണ് ഫുട്ബോൾ കളിക്കാൻ പിള്ളേർ വരുന്നത്. നമ്മളാരെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ആക്രമിക്കാൻ വരും. ആക്രമിക്കാൻ വന്ന സാഹചര്യങ്ങൾ വളരെയുണ്ട്. എല്ലാ കോളേജ് സ്റ്റുഡൻസും അവരുടെ ഫ്രണ്ട്സുകളുമാണ് കൂടുതലും വരുന്നത്, ബോയ്സാണ് വരുന്നത്. അതുകൊണ്ട് ഇത് അത്യന്താപേക്ഷിതമായി ഇതൊരു സീനിയർ സിറ്റിസൺ വേണമെങ്കിൽ സ്ത്രീകൾക്കും പ്രവേശനം കൊടുക്കുക, പക്ഷേ കുട്ടികൾക്ക് കൊടുക്കരുത് ഒരു കാരണവശാലും. കുട്ടികൾക്ക് ചിൽഡ്രൻസ് പാർക്ക് അവിടെയുണ്ട്, കളിക്കേണ്ടവർക്ക് അവിടെ പാർക്കുണ്ട്.